യിരെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം. എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. ലേവ്യരിൽ യേശുവ, ബാനി, കദ്മിയേൽ, ശെബന്യാവ്, ബുന്നി, ശേരെബ്യാവ്, ബാനി, കെനാനി എന്നിവർക്ക് ലേവ്യർക്ക് നിൽപ്പാനുള്ള പടികളിന്മേൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദൈവമായ യഹോവയോട് ഉറക്കെ നിലവിളിച്ചു. പിന്നെ യേശുവ, കദ്മിയേൽ, ബാനി, ഹഷബ്ന്യാവ്, ശേരെബ്യാവ്, ഹോദിയാവ്, ശെബന്യാവ്, പെദഹ്യാവ് എന്നീ ലേവ്യർ പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും വാഴ്ത്തുവിൻ. സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയെയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, യെബൂസ്യർ, ഗിർഗസ്യർ എന്നിവരുടെ ദേശം കൊടുക്കും. അവന്റെ സന്തതിക്ക് തന്നെ കൊടുക്കും എന്ന് നീ അവനോടൊരു നിയമം ചെയ്തു. നീ നീതിമാനായിരിക്കുകയാൽ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചുമിരിക്കുന്നു. മിസ്രയീമിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡയെ നീ കാണുകയും ചെങ്കടലിന്റെ അരികെ വെച്ച് അവരുടെ നിലവിളിയെ കേൾക്കുകയും ഫറവോനിലും അവന്റെ സകല ദാസന്മാരിലും അവന്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. അവർ അവരോട് ഡംഭം കാണിച്ചത് നീ അറിഞ്ഞിരുന്നുവല്ലോ. അങ്ങനെ ഇന്നുള്ളതുപോലെ നീ നിനക്ക് ഒരു നാമം സമ്പാദിച്ചിരിക്കുന്നു. നീ കടലിലെ അവരുടെ മുമ്പിൽ വിഭാഗിച്ചു. അവർ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു. അവരെ പിന്തുടർന്നവരെ നീ പെരുവെള്ളത്തിൽ ഒരു കല്ലുപോലെ ആഴത്തിൽ എറിഞ്ഞു കടന്നു. നീ പകൽ സമയത്ത് മേഘസ്തംഭം കൊണ്ടും രാത്രി സമയത്ത് അവർ പോകുന്ന വഴിക്ക് വെളിച്ചം കൊടുപ്പാൻ അഗ്നിസ്തംഭം കൊണ്ടും അവരെ വഴി നടത്തി. നീ സീനായി മലമേൽ ഇറങ്ങി ആകാശത്തു നിന്ന് അവരോട് സംസാരിച്ച് അവർക്ക് ന്യായമായുള്ള വിധികളും സത്യമായുള്ള ന്യായപ്രമാണങ്ങളും നല്ല ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു. നിന്റെ വിശുദ്ധ ശബ്ബത്ത് നീ അവരെ അറിയിച്ചു. നിന്റെ ദാസനായ മോശ മുഖാന്തരം അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളും ന്യായപ്രമാണവും കൽപ്പിച്ചു കൊടുത്തു. അവരുടെ വിശപ്പിന് നീ അവർക്ക് ആകാശത്തു നിന്ന് അപ്പം കൊടുത്തു. അവരുടെ ദാഹത്തിന് നീ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. നീ അവർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ചു, ദുഷാഠ്യം കാണിച്ചു. നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു. അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുഷാഠ്യം കാണിച്ച് തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയും ഉള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല. അവർ തങ്ങൾക്ക് ഒരു കാളക്കിടാവിനെ വാർത്തുണ്ടാക്കി. ഇതുതന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്നു പറഞ്ഞ് മഹാകോപഹേതുക്കൾ ഉണ്ടാക്കിയാരെയും നീ നിന്റെ മഹാകരുണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്ത് അവർ നടക്കേണ്ടുന്ന വഴി കാണിച്ച അഗ്നിസ്തംഭവും അവരെ വിട്ടുമാറിയതുമില്ല. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്ക് ഒന്നും കുറവുണ്ടായില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. നീ അവർക്ക് രാജ്യങ്ങളെയും ജാതികളെയും അതിർ തിരിച്ചു വിഭാഗിച്ചു കൊടുത്തു. അവർ ഹെഷ്ബോൻ രാജാവായ സീഹോന്റെ ദേശവും ബാശാൻ രാജാവായ ഓഗിന്റെ ദേശവും കൈവശമാക്കി. അവരുടെ മക്കളെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ചു. ചെന്ന് അവ കൈവശമാക്കുവാൻ നീ അവരുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ എത്തിച്ചു. അങ്ങനെ മക്കൾ ചെന്ന ദേശത്തെ അവകാശമാക്കി. ദേശനിവാസികളായ കനാന്യരെ നീ അവർക്ക് കീഴടക്കി. അവരുടെ
രാജാക്കന്മാരെയും ദേശത്തുള്ള ജാതികളെയും തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചെയ്യുവാൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും പിടിച്ച് എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും വെട്ടിയുണ്ടാക്കിയ കിണറുകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും അനവധി ഫലവൃക്ഷങ്ങളും കൈവശമാക്കി. അവർ തിന്നു തൃപ്തിപ്പെട്ട് പുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ സുഖിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവർ അനുസരണക്കേട് കാണിച്ചു നിന്നോട് മത്സരിച്ചു. നിന്റെ ന്യായപ്രമാണം തങ്ങളുടെ പുറകിൽ എറിഞ്ഞുകളഞ്ഞു. അവരെ നിങ്കലേക്ക് തിരിപ്പാൻ അവരോട് സാക്ഷ്യം പറഞ്ഞ നിന്റെ പ്രവാചകന്മാരെ അവർ കൊന്ന് മഹാകോപഹേതുക്കൾ ഉണ്ടാക്കി. ആകയാൽ നീ അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ പീഡിപ്പിച്ചു. അവരുടെ കഷ്ടകാലത്ത് അവർ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിലെ കേട്ട് നിന്റെ മഹാകരുണ നിമിത്തം അവർക്ക് രക്ഷകന്മാരെ കൊടുത്തു. അവർ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവർക്ക് സ്വസ്ഥതയുണ്ടായപ്പോൾ അവർ വീണ്ടും നിനക്ക് അനിഷ്ടമായത് ചെയ്തു. അതുകൊണ്ട് നീ അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ അവരുടെ മേൽ കർത്തവ്യം നടത്തുകയും ചെയ്തു. അവർ തിരിഞ്ഞു നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരെ നിന്റെ കരുണപ്രകാരം പല പ്രാവശ്യവും വിടുവിച്ചു. അവരെ നിന്റെ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു വരുത്തേണ്ടതിന് നീ അവരോട് സാക്ഷീകരിച്ചു. എന്നിട്ടും അവർ അഹങ്കരിക്കുകയും ഒരുത്തൻ അനുസരിച്ച് നടന്ന് ജീവിക്കാകുന്ന നിന്റെ കൽപ്പനകൾ കേൾക്കാതെ നിന്റെ വിധികൾക്ക് വിരോധമായി പാപം ചെയ്യുകയും എതിർത്ത് നിന്ന് ദുഷ്ടാഠ്യം കാണിക്കുകയും ചെയ്ത് അനുസരണമില്ലാതിരുന്നു. നീ ഏറിയ സംവത്സരം അവരോട് ക്ഷമിച്ച് നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു. എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നീ അവരെ ദേശത്തെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം നീ അവരെ നിർമൂലമാക്കിയില്ല, ഉപേക്ഷിച്ചു കളഞ്ഞതുമില്ല. നീ കൃപയും കരുണയുമുള്ള ദൈവമല്ലോ. ആകയാൽ ദൈവമേ, നിയമവും കൃപയും പാലിക്കുന്നവനായി വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ, അശൂർ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും നിന്റെ സർവ്വജനത്തിനും നേരിട്ട കഷ്ടങ്ങളൊക്കെയും നിനക്ക് ലഘുവായി തോന്നരുതേ. എന്നാൽ ഞങ്ങൾക്ക് ഭവിച്ചതൊക്കെയും നീ നീതിമാൻ തന്നെ. നീ വിശ്വസ്തത കാണിച്ചിരിക്കുന്നു, ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടന്നിട്ടില്ല. നിന്റെ കൽപ്പനകളും നീ അവരോട് സാക്ഷീകരിച്ച് നിന്റെ സാക്ഷ്യങ്ങളും പ്രമാണിച്ചിട്ടുമില്ല. അവർ തങ്ങളുടെ രാജ്യത്വത്തിലും നീ അവർക്ക് കൊടുത്ത നിന്റെ സകല വലിയ നന്മകളിലും നീ അവർക്ക് അധീനമാക്കി കൊടുത്ത വിശാലതയും പുഷ്ടിയുമുള്ള ദേശത്തിലും നിന്നെ സേവിച്ചിട്ടില്ല. തങ്ങളുടെ ദുഷ്പ്രവർത്തികളെ വിട്ടുതിരിഞ്ഞതുമില്ല. ഇതാ ഞങ്ങൾ ഇന്ന് ദാസന്മാർ. നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത ഈ ദേശത്തു തന്നെ ഇതാ ഞങ്ങൾ ദാസന്മാരായിത്തീരുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നീ ഞങ്ങളുടെ മേൽ ആക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു. അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളിന്മേലും അധികാരം നടത്തുന്നു. ഞങ്ങൾ വലിയ കഷ്ടത്തിലായിരിക്കുന്നു. ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായൊരു നിയമം ചെയ്ത് എഴുതുന്നു. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം. മുദ്രയിട്ടവർ ആരെല്ലാം എന്നാൽ ഹഗല്യാവിന്റെ മകനായ ദേശാധിപതി നെഹമ്യാവ്, സിദക്കിയാവ്, സെരായാവ്, അസര്യാവ്, ഇരമ്യാവ്, പഷ്ഹൂർ, അമര്യാവ്, മൽക്കിയാവ്, ഹത്തൂഷ്, ശെബന്യാവ്, മല്ലൂക്ക്, ഹാരീം, മെരേമോത്ത്, ഓബദ്യാവ്, ദാനിയേല്, ഗിന്നദോൻ, ബാരൂക്ക്, മെഷുല്ലാം, അബിയാൻ, മിയാമീൻ, മഹേസ്യാവ്, ബിൽഗായി, ഷെമയ്യാവ് ഇവർ പുരോഹിതന്മാർ. പിന്നെ ലേവ്യർ അസന്യാവിന്റെ മകനായ യേശുവയും യനാദാവിന്റെ പുത്രന്മാരിൽ ബിനൂവിയും കദ്മിയേലും അവരുടെ സഹോദരന്മാരായ ഷെബന്യാവ്, യോദിയാവ്, കെലീദ, പെലായാവ്, ഹാനാൻ, മീഖ, രേഹോബ്, ഹഷബ്യാവ്, സക്കൂർ, ഷേരബ്യാവ്, ഷെബന്യാവ്, ഹോദിയാവ്, ബാനി, ബെനീനു. ജനത്തിന്റെ തലവന്മാർ പാരോഷ്, പഹത്ത്, മോവാബ്, ഏലാം, സദു, ബാനി, ബുന്നി, അസ്ഗാദ്, ബേബായി, അദോനിയാവ്, ഹിഗ്യായി, ആദീൻ, ആദേർ, ഹിസ്കിയാവ്, അശൂർ, ഹോദിയാവ്, ഹാഷൂം, ബേസായി, ഹാരീഫ്, അനാദോത്ത്, ദേബായി, മക്പിയാഷ്, മെഷുല്ലാം, ഏസീർ, മെഷേസബഹേൽ, സാദോക്ക്, യദൂവ, പെലത്യാവ്, ഹനാൻ, അനായാവ്, ഹോഷയ, ഹനന്യാവ്, അശൂബ്, ഹലോഷേബ്, പിൽഹ, ഹോഷേബ്, രേഹൂം, ഹഷ്ബ്ന, മയസയാവ്, ആഹീബാവ്, ഹനാൻ, ആനാൻ, മല്ലൂഖ്, ഹാരീം, ബയന എന്നിവർ തന്നെ. ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദൈവാലയദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും
അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്നു ദൈവത്തിൻ്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കുകയില്ല എന്നും 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശപഥവും സത്യവും ചെയ്തു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തര ഭോജനയാഗത്തിനും ശബത്തുകളിലേക്കും അമാവാസികളിലേക്കും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും ഇസ്രയേലിന് വേണ്ടി പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങളും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ഷേക്കേലിൽ 3-ന് 1 കൊടുക്കാമെന്നും ഞങ്ങൾ ഒരു ചട്ടം നിയമിച്ചു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനമായി ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിറക് വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവുമായിട്ട് ചീട്ടിട്ടു. ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യവിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവ്വഫലങ്ങളും ആദ്യഫലങ്ങളും കൊണ്ടു ചെല്ലേണ്ടതിനും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പുത്രന്മാരും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിലുള്ള കടിഞ്ഞൂലുകളുടെയും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടു ചെല്ലേണ്ടതിനും ഞങ്ങളുടെ തരിമാവിൻ്റെയും ഉദരശാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെയും അനുഭവമായ വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവ്യരുടെ അടുക്കലും കൊണ്ടു ചെല്ലേണ്ടതിനും തന്നെ. ലേവ്യരല്ലോ കൃഷിയുടെ നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത്. എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ അഹരോന്യനായ ഒരു പുരോഹിതൻ ലേവ്യരോട് കൂടെ ഉണ്ടായിരിക്കണം. ദശാംശത്തിൻ്റെ ദശാംശം ലേവ്യർ തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഭണ്ഡാരഗ്രഹത്തിൻ്റെ അറകളിൽ കൊണ്ടു ചെല്ലണം. വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽക്കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രായേൽ മക്കളും ലേവ്യരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഉദരശാർപ്പണം കൊണ്ടു ചെല്ലണം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. നെഹെമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം. ജനത്തിന്റെ പ്രഭുക്കന്മാർ യെരൂശലേമിൽ പാർത്തു. ശേഷം ജനം 10 പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായി യെരൂശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചീട്ടിട്ടു. എന്നാൽ യെരൂശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു. യെരൂശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു: യഹൂദ നഗരങ്ങളിൽ ഇസ്രായേലിലും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയ ദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു. യെരൂശലേമിൽ ചില യഹൂദ്യരും ബെന്യാമീനരും പാർത്തു. യഹൂദ്യർ ആരെല്ലാം എന്നാൽ പേരെസിന്റെ പുത്രന്മാരിൽ മഹലിയേലിന്റെ മകനായ അമര്യാവിന്റെ മകൻ സെഖര്യാവിന്റെ മകനായ ഉസിയാവിന്റെ മകൻ അദായാവും ഷീലോനിന്റെ മകനായ സെഖര്യാവിന്റെ മകനായ യോയിയാരാബിന്റെ മകനായ അദായാവിന്റെ മകനായ ഹസായാവിന്റെ മകനായ കോൽ ഹൊസേയുടെ മകനായ ബാരൂക്കിന്റെ മകൻ മയസയാവും തന്നെ. യെരൂശലേമിൽ പാർത്ത പേരെസിന്റെ മക്കൾ ആകെ 468 പരാക്രമശാലികൾ. ബെന്യാമീന്യർ ആരെല്ലാം എന്നാൽ സല്ലു, അവൻ മെശുല്ലാമിന്റെ മകൻ, അവൻ യോവാദിന്റെ മകൻ, അവൻ പെദായാവിന്റെ മകൻ, അവൻ കോലായാവിന്റെ മകൻ, അവൻ മയസാവിന്റെ മകൻ, അവൻ ഈദിയാവിന്റെ മകൻ, അവൻ യെശയാവിന്റെ മകൻ, അവന്റെ ശേഷം ഗബ്ബായി, സല്ലായി, ആകെ 928 പേർ. സിക്രിയുടെ മകനായ യോവേൽ അവരുടെ പ്രമാണികളും ഹസനൂവയുടെ മകനായ യഹൂദ പട്ടണത്തിൽ 2-മനും ആയിരുന്നു. പുരോഹിതന്മാരിൽ യോയാരാബിന്റെ മകനായ യദായാവും യാഖീനും ആഹീതൂബിന്റെ മകനായ മെരയോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെൽഷുല്ലാമിന്റെ മകനായ ഹിസ്കിയാവിന്റെ മകനായ ദൈവാലയ പ്രഭുവായ സെരായാവും ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ 822 പേരും മൽക്കിയാവിന്റെ മകനായ മഷൂരിന്റെ മകനായ സെഖര്യാവിന്റെ മകനായ അംസിയുടെ മകനായ പെലല്യാവിന്റെ മകനായ യൊരേഹാമിന്റെ മകനായ അദായാവും പിതൃഭവന തലവന്മാരായ അവന്റെ സഹോദരന്മാർ 242 പേരും ഇമ്മേരിന്റെ മകനായ മെശുല്ലേമോത്തിന്റെ മകനായ അക്സായിയുടെ മകനായ അസറേലിന്റെ മകൻ അമശായിയും അവരുടെ സഹോദരന്മാരും 128 പരാക്രമശാലികളും. ഇവരുടെ പ്രമാണി ഹെദോദോലീമിന്റെ മകനായ സബ്ദിയേൽ ആയിരുന്നു. ലേവ്യരിൽ ബുന്നിയുടെ മകൻ അഷബ്യാവിന്റെ മകനായ അസ്രിക്കാമിന്റെ മകനായ അശൂബിന്റെ മകൻ ഷെമല്യാവും
ലേവ്യരുടെ തലവന്മാരിൽ ദൈവാലയത്തിന് പുറമെയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായ ശബത്തായിയും യോസാബാദും, ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖയുടെ മകനായ പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മഥന്യാവും, രണ്ടാമൻ അവന്റെ സഹോദരന്മാരൊരുത്തനായ ബക്ബൂഖ്യാവും, യദൂവിന്റെ മകനായ ഗാലാലിന്റെ മകനായ ഷമ്മൂവിയുടെ മകൻ അബ്ദയും തന്നെ. വിശുദ്ധ നഗരത്തിലുള്ള ലേവ്യർ ആകെ 274 പേർ. വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമൂനും വാതിൽ കരുകെയുള്ള കാക്കുന്ന അവരുടെ സഹോദരന്മാരും 172 പേർ. ശേഷം ഇസ്രായേലും പുരോഹിതന്മാരും ലേവ്യരും യഹൂദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിൽ പാർത്തു. ദേവാലയദാസന്മാരോ ഓഫീലിൽ പാർത്തു. സീഹയും ഗിഷ്പയും ദൈവാലയദാസന്മാരുടെ പ്രമാണികളായിരുന്നു. ദൈവാലയത്തിലെ വേലയ്ക്ക് യെരുശലേമിൽ ഉണ്ടായിരുന്ന ലേവ്യരുടെ പ്രമാണി ആസാഫ്യരായ സംഗീതക്കാരിൽ ഒരുത്തനായ മീഖയുടെ മകൻ മഥന്യാവിന്റെ മകനായ അഷബ്യാവിന്റെ മകനായ ബാനിയുടെ മകൻ ഉസ്സിയായിരുന്നു. സംഗീതക്കാരെക്കുറിച്ച് രാജാവിന് ഒരു കൽപ്പനയും അവരുടെ നിത്യചെലവുകൾക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു. യഹൂദായുടെ മകനായ സേറഫിന്റെ പുത്രന്മാരിൽ മേഷേസബേലിന്റെ മകനായ പെദഹിയാവ് ജനത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ കാര്യസ്ഥനായിരുന്നു. ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ, യഹൂദരിൽ ചിലർ കിര്യത്ത് അർബയിലും അതിന്റെ ഗ്രാമങ്ങളിലും, ദീബോനിലും അതിന്റെ ഗ്രാമങ്ങളിലും, യക്കെഷ്ബേലിലും അതിന്റെ ഗ്രാമങ്ങളിലും, യേശുവയിലും മൊലാദയിലും, ബേത് പെലേദിലും, ഹസർ ഷുവാലിലും, ബേർഷേബയിലും അതിന്റെ ഗ്രാമങ്ങളിലും, സിഗ്ലാഗിലും മേഘോനയിലും അതിന്റെ ഗ്രാമങ്ങളിലും, ഏരിമോനിലും സോരയിലും യാർമൂത്തിലും സാനോഹിയിലും അതുല്ലാമിലും അവയുടെ ഗ്രാമങ്ങളിലും, ലാഖീഷിലും അതിന്റെ വയലുകളിലും, ആസേക്കയിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തു. അവർ ബേർഷേബ മുതൽ ഹിന്നോം താഴ്വര വരെ പാർത്തു. ബെന്യാമീന്യർ ഗേബ മുതൽ മിഗ്മാഷ് വരെയും 5000 ബേഥേലിലും അവയുടെ ഗ്രാമങ്ങളിലും, അനാദോത്തിലും നോബിലും അനന്യാവിലും ഹസോരിലും രാമായിലും ഗിദ്ധായീമിലും ഹാദീദിലും സെബോയീമിലും നബല്ലാത്തിലും ലോദിലും ശില്പികളുടെ താഴ്വരയായ ഓനോവിലും പാർത്തു. യഹൂദായിൽ ഉണ്ടായിരുന്ന ലേവ്യരുടെ ചില കൂറുകൾ ബെന്യാമീനരോട് ചേർന്നിരുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം. ഷെയൽതീയലിന്റെ മകനായ സെരുബ്ബാബേലിനോടും യേശുവയോടും കൂടെ വന്ന പുരോഹിതന്മാർ ലേവ്യരും ആവിത് സെരായാവ്, യിരെമ്യാവ്, യെസ്ര, അമര്യാവ്, മല്ലൂക്ക്, ഹത്തൂഷ്, ശെഖന്യാവ്, രേഹൂം, മെരോമോത്ത്, ഇദ്ദോ, ഗിന്നേദോയി, അബ്ബിയാവ്, മിയാമീൻ, മയദ്യാവ്, ഗിൽബ, ഷെമയ്യാവ്, യോയിയാവ്, യദായാവ്, സല്ലു, ആമൂക്ക്, ഹിൽക്കിയാവ് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാർ ആയിരുന്നു. ലേവ്യരോ യേശുവ, ബിന്നൂവി, കൽവിയേൽ, ശെരബ്യാവ്, യേഹൂദ എന്നിവരും സ്തോത്രഗാന നായകരുമായ മഥന്യാവും സഹോദരന്മാരും. അവരുടെ സഹോദരന്മാരായ മക്ബൂഖ്യാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു. യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു. യോയാക്കീം എല്യാഷീബിനെ ജനിപ്പിച്ചു. എല്യാഷീബ് യോയാദയെ ജനിപ്പിച്ചു. എല്യാഷീബ് യോയാദയെ ജനിപ്പിച്ചു. യോയാദ യോനാദാനെ ജനിപ്പിച്ചു. യോയാദാവ് യദൂവിനെ ജനിപ്പിച്ചു. യെയോയാക്കീമിന്റെ കാലത്ത് പിതൃഭവന തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സെറയാ കുലത്തിന് മെരായാവ്, യിരെമ്യാ കുലത്തിന് ഹനന്യാവ്, എസ്രാ കുലത്തിന് മെശുല്ലാം, അമര്യ കുലത്തിന് യഹോയാഹാൻ, മല്ലൂ കുലത്തിന് യോനാദാൻ, ഷെബന്യാ കുലത്തിന് യോസേഫ്, ആരീം കുലത്തിന് അദ്ന, മെരായോത്ത് കുലത്തിന് എൽക്കായി, ഇദ്ദോ കുലത്തിന് സെഖര്യാവ്, ഗിന്നദോൻ കുലത്തിന് മെശുല്ലാം, അബിയ കുലത്തിന് സുക്രി, മിന്യാമീൻ കുലത്തിന് മൊവദ്യ കുലത്തിന് പിൽതായി, മിൽഗാവ് കുലത്തിന് ഷമ്മൂവ, ഷെമയ്യ കുലത്തിന് യഹോനാഥാൻ, യോയാരാബി കുലത്തിന് മദനായി, യയയദ കുലത്തിന് ഉസി, സല്ലായി കുലത്തിന് കല്ലായി, ആമോക്ക് കുലത്തിന് ഏബർ, ഹിൽക്കിയായ് കുലത്തിന് ഹഷബ്യാവ്, യദായ കുലത്തിന് നെഥനയേൽ. എല്യാഷീബ്, യോയാദ, യോഹന്നാൻ, യദ്ദൂവ എന്നിവരുടെ കാലത്ത്, ലേവ്യരുടെയും പാർസി രാജാവായ ദാര്യാവേഷിന്റെ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവന തലവന്മാരായി എഴുതിവെച്ചു. ലേവ്യരായ പിതൃഭവന തലവന്മാർ ഇന്നവരെന്ന് എല്യാഷീബിന്റെ മകനായ യോഹാനാന്റെ കാലം മുതൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ലേവ്യരുടെ തലവന്മാർ ഹഷബ്യാവ്, ശേരബ്യാവ്, കൽമിയേൽ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന പ്രകാരം തരംതരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു. മഥന്യാവും ബക്ബൂഖ്യാവ്, ഓബദ്യാവ്, മെശുല്ലാം, തൽമോൻ, ആക്കൂബ് എന്നിവർ വാതിൽ കരുകിയുള്ള ഭണ്ഡാരഗ്രഹങ്ങൾ കാക്കുന്ന വാതിൽ കാവൽക്കാരായിരുന്നു.
ഇവർ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ മകനായ യോയായാക്കീമിന്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിന്റെയും ശാസ്ത്രിയായ എസ്രാ പുരോഹിതന്റെ കാലത്തും ഉണ്ടായിരുന്നു. യെരൂശലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠിച്ച ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വവാസ സ്ഥലങ്ങളിൽ നിന്നും യെരൂശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അങ്ങനെ സംഗീതക്കാരുടെ വർഗം യെരൂശലേമിന് ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവേത്തിന്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി. സംഗീതക്കാർ യെരൂശലേമിന് ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു. പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാർ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ചെയ്തും കൊണ്ട് പ്രദർശനം ചെയ്യേണ്ടത് 2 വലിയ കൂട്ടങ്ങളെ നിയമിച്ചു. അവയിൽ ഒന്ന് മതിലിന്മേൽ വലത്തുഭാഗത്തുകൂടെ കുപ്പവാതിലിലേക്ക് പുറപ്പെട്ടു. അവരുടെ പിന്നാലെ ഹോശയ്യാവും യഹൂദ പ്രഭുക്കന്മാരും പാതി പേരും നടന്നു. അസര്യാവും എസ്രായും മെശുല്ലാമും യഹൂദായും ബെന്യാമീനും ശെമയ്യാവും യിരെമ്യാവും കാഹളങ്ങളോട് കൂടെ പുരോഹിത പുത്രന്മാരും ചിലരും ആസാഫിന്റെ മകനായ സക്കൂരിന്റെ മകനായ മീഖായാവിന്റെ മകനായ മഥന്യാവിന്റെ മകനായ ശെമയ്യാവിന്റെ മകനായ യോനാഥാന്റെ മകൻ സെഖറിയാവും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോടുകൂടെ അവന്റെ സഹോദരന്മാരായ ശെമയ്യാവ്, അശറയേൽ, മിലായിയും, ഗിലയായും, മായായും, നെഥനയേലും, യഹൂദായും, ഹനാനിയും നടന്നു. എസ്രാ ശാസ്ത്രി അവരുടെ മുമ്പിൽ നടന്നു. അവർ ഉറവ് വാതിൽ കടന്ന് നേരെ ദാവീദിന്റെ നഗരത്തിന്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിന്റെ അരമനയ്ക്കപ്പുറം മതിലിന്റെ കയറ്റത്തിൽ കിഴക്കേ നീർവാതിൽ വരെ ചെന്നു. സ്തോത്രഗാനക്കാരുടെ 2-ാം കൂട്ടം അവർക്ക് എതിരെ ചെന്നു. അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിന് അപ്പുറം വിശാല മതിൽ വരെയും എഫ്രയീം വാതിലിനപ്പുറം പഴയ വാതിലും മീൻ വാതിലും ഹനനയിലിന്റെ ഗോപുരവും ഹമ്മയ ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെ ചെന്നു. അവർ കാരാഗൃഹ വാതിൽക്കൽ നിന്നു. അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം 2ഉം ഞാനും എന്നോട് കൂടെയുള്ള പ്രമാണികളിൽ പാതി പേര് നിന്നു. കാഹളങ്ങളോട് കൂടെ എല്യാക്കീം, മയസയാവ്, മിന്യാമീൻ, മീഖായാവ്, എല്യോവേൽ, സെഖറിയാവ്, ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസയാവ്, ശെമയ്യാവ്, എലയാസർ, ഉസ്സി, യഹോയോഹനാൻ, മൽക്കിയാവ്, ഏലാം, ഏസർ എന്നിവരും ദൈവാലയത്തിനരികെ വന്നു നിന്നു. സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി. ഇസ്രഹ്യാവ് അവരുടെ പ്രമാണിയായിരുന്നു. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ചു സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദ ജനം സന്തോഷിച്ചുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന് നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിലും ഉദർച്ചാർപ്പണങ്ങൾക്കുമുള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി. സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദാവീദിന്റെ അവന്റെ മകനായ ശലോമോന്റെയും കൽപ്പന പ്രകാരം ചെയ്തു. പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് സംഗീതക്കാരായ ഒരു തലവനും ദൈവത്തിന്റെ സ്തുതിയും സ്തോത്രവുമായുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലും ശെരുബാബേലിന്റെ കാലത്തും നെഹമ്യാവിന്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തു വന്നു. അവർ ലേവ്യർക്ക് നിവേദ്യങ്ങളെ കൊടുത്തു. ലേവ്യർ അഹരോന്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു. നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെയൊക്കെയും ഇസ്രായേലിൽ നിന്ന് വേർപിരിച്ചു. അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എല്യാശീബ് പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവനൊരു വലിയ അറ ഒരുക്കി കൊടുത്തിരുന്നു. മുമ്പേ അവിടെ ഭോജനയാഗം, കുന്തുരുക്കം, ഉപകരണങ്ങൾ എന്നിവയും ലേവ്യക്കാർക്കും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്ക് ഉദർച്ചാർപ്പണങ്ങളും വെച്ചിരുന്നു. ഈ കാലത്തൊക്കെയും ഞാൻ യെരൂശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവായ അർത്തഷ്ടാവിന്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരൂശലേമിലേക്ക് വന്നാറേ എല്യാശീബ് തോബിയാവിന് ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കി കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു.
അതെനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിൻ്റെ വീട്ടുസാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അറകളെ ശുദ്ധീകരിച്ചു. ദൈവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാഗവും കുന്തിരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കായികയാൽ വേല ചെയ്യുന്ന ലേവ്യർക്കും സംഗീതക്കാർക്കും ഓരോരുത്തൻ താന്താന്റെ നിലത്തിലേക്ക് പോയി കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ് പ്രമാണികളെ ശാസിച്ചു. ദേവാലയത്തെ ഉപേക്ഷിച്ചു കളഞ്ഞത് എന്ത് എന്ന് ചോദിച്ച് അവരെ കൂട്ടിവരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി. പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം ഭണ്ഡാരഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ശമല്യ പുരോഹിതനെയും സാദോക്ക് ശാസ്ത്രിയെയും ലേവ്യരിൽ പെദായാവെയും ഇവർക്ക് സഹായിയായിട്ട് മദ്ദന്യാവിന്റെ മകനായ സക്കൂരിന്റെ മകൻ ഹനാനെയും ഭണ്ഡാരഗ്രഹങ്ങളുടെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് പങ്കിട്ട് കൊടുക്കുന്നതായിരുന്നു അവരുടെ ഉദ്യോഗം. എൻ്റെ ദൈവമേ, ഇത് എനിക്കായി ഓർക്കണമേ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ പ്രവൃത്തികളെ മായ്ച്ചു കളയരുതേ. ആ കാലത്ത് യഹൂദായിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരൂശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. സൂര്യനും അവിടെ പാർത്തു. മത്സ്യവും പലചരക്കും കൊണ്ടുവന്നു. ശബത്തിൽ യഹൂദ്യർക്കും യെരൂശലേമിനും വിറ്റുപോന്നു. അതുകൊണ്ട് ഞാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു, നിങ്ങൾ ശബത്തുനാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നതെന്ത്? നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രയേലിന്മേലുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ ശബത്തിന് മുമ്പ് യെരൂശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബത്ത് കഴിയും വരെ അവ തുറക്കാതിരിപ്പാനും ഞാൻ കൽപ്പിച്ചു. ശബത്ത് നാളിൽ ഒരു ചുമടും അകത്ത് കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എൻ്റെ ആളുകളിൽ ചിലരെ നിർത്തി. അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും 1-2 പ്രാവശ്യം യെരൂശലേമിന് പുറത്ത് രാപാർത്തു. ആകയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നതെന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും എന്നവരോട് പറഞ്ഞു. ആ കാലം മുതൽ അവർ ശബത്തിൽ വരാതെയിരുന്നു. ലേവ്യരോട് ഞാൻ ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്ന് വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു. എൻ്റെ ദൈവമേ, ഇതും എനിക്കായി ഓർത്ത് നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ. ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവാബരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല. അവരെ ഞാൻ ശാസിച്ചു, ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ചു. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത്, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കരുത് എന്ന് ആജ്ഞാപിച്ച് അവരെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു. ഇസ്രായേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ? അവനെ പോലെ ഒരു രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ തൻ്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രായേലിലും രാജാവാക്കി. എങ്കിലും അവനെയും അന്യജാതിക്കാരത്തെയായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ. നിങ്ങൾ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്യേണ്ടതിന് ഈ വലിയ ദോഷമൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുന്നുവോ എന്ന് പറഞ്ഞു. യോയാദയുടെ പുത്രന്മാരിൽ മഹാപുരോഹിതനായ എല്യാശീബിന്റെ മകൻ ഒരന്യനായ സൻബല്ലത്തിന്റെ മരുമകൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. എൻ്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തിൻ്റെയും ലേവ്യരുടെയും നിയമത്തെയും മലിനമാക്കിയിരിക്കുന്നത് അവർക്ക് കണക്കിടണമേ. ഇങ്ങനെ ഞാൻ അന്യമായതൊക്കെയും നീക്കി അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്ക് ലേവ്യർക്കും ഓരോരുത്തരും താന്താന്റെ വേലയിൽ ശുശ്രൂഷ ക്രമവും നിശ്ചിത സമയങ്ങൾക്ക് വിറക് വഴിപാടും ആദ്യ ഫലവും നിയമിക്കുകയും ചെയ്തു. എൻ്റെ ദൈവമേ, ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണം.